ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കോൺഫ്ലവർ, ഉപ്പ്, ഒരൽപ്പം സോയാ സോസ്, ചില്ലി സോസ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് ആയാലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പീസുകൾ ഓരോന്നിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ചിക്കൻ വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതാക്കി ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് വേണം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സ്ക്വയർ പീസുകളാക്കി വലുതാക്കി നുറുക്കിയ സവാളയും ക്യാപ്സിക്കവും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മാത്രമല്ല ഇതധികം വഴഞ്ഞു പോകാനും പാടില്ല. സവാളയും ക്യാപ്സിക്കവും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരൽപ്പം സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യാം. പിന്നീട് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരളവ് നോക്കി വേണം ഇതിൽ ചേർക്കാനായിട്ട്. എരി ഒട്ടും തന്നെ കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ഒരൽപ്പം പഞ്ചസാരയും ചേർക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചാറ് നല്ലപോലെ കുറുതായിട്ടുണ്ടായിരിക്കും. ചില്ലി ചിക്കൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചില്ലി ചിക്കൻ്റെ മുകളിലായി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ തൂവി കൊടുക്കണം. ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് ഇവയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ഇത് കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് കുഴഞ്ഞു പോവാതെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.